ഹരേ കൃഷ്ണ. ഭഗവാൻ തൻ്റെ ഭക്തനായ ഭക്തപ്രഹ്ലാദനോട് കാണിച്ച അതിയായ കാരുണ്യം പോലെ നമ്മളോടുമൊക്കെ ഭഗവാന്റെ ആ ഒരു കാരുണ്യ ചൊരിച്ചിലുണ്ടായതുകൊണ്ട് ഇന്ന് 25ാമത്തെ നാഴികക്കല്ല് നമ്മൾ പിന്നിടുകയാണ്. ശ്രീമന് നാരായണീയമെന്ന മഹാ അത്ഭുത ഗ്രന്ഥത്തിൻ്റെ ഭഗവാന്റെ അത്ഭുത ലീലകളുടെ ഒരു ഘോഷയാത്രയാണ് ഈ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത്. അതിലെ ഭഗവാന്റെ 4ാമത്തെ അവതാരമായ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, അങ്ങനെ 4ാമത്തെ അവതാരമായ നരസിംഹാവതാരം, ഈ ഉഗ്രമൂർത്തി സ്വരൂപത്തെ ഭഗവാന്റെ നിശ്ചയം പോലെ ഭഗവാൻ ഈ ഉള്ളവളെ കൊണ്ട് പറയിപ്പിച്ചു, നമ്മളിലേക്ക് അത് എത്തിച്ചിരിക്കുന്നു. ഇനിയും ഈ ഒരു ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ആ ഒരു തൃച്ചേവടികളിൽ സമർപ്പിക്കുന്നതിനുള്ള സമയമാണ്. നമുക്ക് പാരായണം ചെയ്ത് സമർപ്പിക്കാം. ദശകം 25 നരസിംഹാവതാരം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നാഘൂർണജ്ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സംപപാതചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ. കിം കിം ഭീഷണമേതദത്ഭുതമിതി വ്യുൽഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമവികസദ്വർഷ്മാ സമാജൃംഭഥാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ജയ പ്രഹ്ലാദേശ, ജയ നരസിംഹ. നരസിംഹമൂർത്തി കീ ജയ്. തപ്തസ്വർണസവർണഘൂർണദാതിരൂക്ഷാക്ഷം സടാകേസരപ്രോത്കമ്പപ്രനികുംപിതാംബരമഹോ ജീയാത്തവേദം വപുഃ. വ്യാപ്തവ്യാപ്തമഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാജിഹ്വാ നിർഗമ ദൃശ്യമാനസുമഹാദംഷ്ട്രായുഗോഡ്ഡാമരം ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനും ഹ്രസ്വസ്ഥവീയസ്തരഗ്രീവം പീവരദോഷതോദ്ഗതനഖ ക്രൂരാംശുദൂരോദ്ബണം വ്യോമോല്ലംഘിഖനാഖനോപമഖന പ്രധ്വാനനിർത്ഥാവിതസ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തം നാരസിംഹം വപുഃ. നൂനം വിഷ്ണുരയം നിഹന്യമുമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാ ദോർഭ്യാം പൃഥുഭ്യാമമും. വീരോ നിർഗളിതോഥ ഖഡ്ഗഫലകേ ഗൃഹ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാതഭുവനഗ്രാസോദ്യതം ത്വാമഹോ. ഭ്രാമ്യന്തം ദിതിജാഥമം പുനരപി പ്രോൽഗ്രഹ്യദോർഭ്യാം ജവാദ്വാരേധോരുയുഗേ നിപാത്യ നഗരാൻ വ്യുൽഖായ വക്ഷോ ഭുവി. നിർഭിന്ദന്നധിഗർഭനിർഭരകളദ്രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ത്യക്ത്വാ തം ഹതമാശുരക്തലഹരീ സിക്തോന്നമദ്വർഷ്മണി
പ്രത്യുൽപത്യ സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമിവികമ്പിതാംബുധികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പദ്ഖചരം ചരാചരമഹോ ദുസ്ഥാമവസ്ഥാം ദധൗ താവന്മാംസവപാകരാളവപുഷം ഘോരാന്ദ്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാകകോപി ഭുവനെ ദൂരെ സ്ഥിതാഭീരവഃ സർവേ ശർവവിരിഞ്ചവാസവമുഖാഃ പ്രത്യേകമസ്തോഷത ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാഃ സ്തോത്രൈരഥോദ്ഗായതസ്തസ്യാ കാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം ഏവം നാട്ടിതരൗദ്രചേഷ്ടിതവിഭോ ശ്രീതാപനീയാഭിധ ശ്രുത്യന്തസ്ഫുടഗീതസർവമഹിമന്നത്യന്തശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോലംഘയേൽ പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാൽ പാഹി മാം പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാൽ പാഹി മാം പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാൽ പാഹി മാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ദശകം 26 ഗജേന്ദ്രമോക്ഷം. ഇന്ദ്രദ്യുമ്നഃ പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിൽ ത്വൽസേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. നമ്മൾ പതിവ് പോലെ അടുത്ത ദശകത്തിൻ്റെ ആദ്യത്തെ ഒരു ശ്ലോകം കൂടി വായിച്ച് ആണ് നിർത്തിയത്. പാരായണം ചെയ്തതിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. ഭഗവാനെ അതൊക്കെ പുറത്ത് ഈ പാരായണം ചെയ്ത് അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഈ ദശകം ഭഗവാനെ അവിടത്തേക്കുള്ള അർച്ചനാപുഷ്പങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഭഗവാനെ. ഇനി നമുക്ക് ഈ ദശകത്തിൻ്റെ പാരായണ ഫലം പറയാനുള്ള സമയമാണ്. ഈ ഒരു ദശകത്തിൻ്റെ പാരായണ ഫലമായി പറയുന്നത് സർവരക്ഷയാണ്. ശത്രുഭയം ഇല്ലാതെയാവുക തുടങ്ങിയ ഫലങ്ങളാണ് ഈ ഒരു ദശകത്തിന് പറയുന്നത്. ശത്രുഭയം നമുക്കുണ്ടാകുന്നത് തന്നെ നമ്മളിലൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ഒരു അരക്ഷിതാവസ്ഥ, ഒരു സുരക്ഷിതത്വമില്ലാത്ത ഒരവസ്ഥ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഭയമുണ്ടാവുന്നത്. ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരിലും ഇത് ദൃശ്യമാണ് എന്ന് കാണാം. അത് ചിലരിൽ വ്യക്തികളെ ആവാം ഭയക്കുന്നത്, സാഹചര്യങ്ങളെ ആവാം, സമ്പത്തിനെ ആവാം, തൻ്റെ കയ്യിലുള്ളത് നഷ്ടപ്പെടുമോ എന്ന ഭയമാവാം. എല്ലാവരിലും ഈ ഒരു ഭയം നമുക്ക് കാണാം. എന്നാൽ ഉത്തമ ഭക്തന്മാരിൽ നമ്മൾ നോക്കിയാൽ ഈ ഭയം തീരെയില്ല എന്നും നമുക്ക് കാണാം. കാരണം നമ്മൾ ഇപ്പോൾ അതിന് ഉത്തമ ഉദാഹരണമാണ് ഭക്തപ്രഹ്ലാദൻ്റെ കാര്യം പറഞ്ഞത്. ഭക്തപ്രഹ്ലാദൻ ഏതൊക്കെ ദുർഘടമായ
അതിഘോരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അല്പം പോലും ഭയം തോന്നിയില്ല. കാരണം അഭദ്രമായ ഒന്നിനെ ആയിരുന്നില്ല ഭക്തപ്രഹ്ലാദൻ ആശ്രയിച്ചിരുന്നത്, ശരണം പ്രാപിച്ചത്. പ്രഹ്ലാദൻ തന്നെ നമുക്ക് പറഞ്ഞിരുന്നത് കാണാം, ഇതമിതം അഭദ്രം. തൻ്റെ ചുറ്റും കാണുന്നതൊക്കെയും അഭദ്രമാണ്. ഇന്ന് ഉണ്ടെന്ന് കാണുന്നതൊക്കെ, അത് വ്യക്തിയായാലും സമ്പത്തായാലും ധനമായാലും ആയുസ്സു പോലും ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടുന്നവയാണ്. ഒന്നുകിൽ അവയൊക്കെ നമ്മളെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ നമ്മൾ അവയൊക്കെ ഉപേക്ഷിച്ചു പോകേണ്ടവയാണ്. ഈ ഒരു അവസ്ഥ, ഇതൊക്കെ അഭദ്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭദ്രമായ ഒന്നിനെ ആശ്രയിച്ചാൽ നമ്മുടെ ഉള്ളിലെ ഭയത്തെ ഇല്ലാതെയാക്കാൻ കഴിയും. നമ്മൾ തന്നെ സ്വയം മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് എന്നറിയുമ്പോൾ മുങ്ങിത്താഴുമെന്നുറപ്പുള്ളതിനെ നമ്മൾ ആശ്രയിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മുങ്ങിത്താഴുക തന്നെ ചെയ്യും. എന്നാൽ മുങ്ങിത്താഴാത്ത ഒന്നിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അത് ഉറപ്പായും മറുകര എത്തിക്കുമത്. പല ഓളങ്ങളിൽ അത് പെട്ടുവെന്ന് വരാം, ഉയർച്ച താഴ്ചകളിലൂടെ അത് കടന്നുപോയി എന്ന് വരാം. അപ്പോഴൊക്കെ ഒട്ടും തന്നെ ഭ്രമിക്കാതെ ചലിക്കാതെ ആ ഓളങ്ങളുടെ ഉപരിതലത്തിൽ കൂടി നമ്മളെ മുങ്ങിത്താഴാത്ത ഒന്നിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ നമ്മളെ അതങ്ങനെ ആ ഓളങ്ങളുടെ മുകൾ പരപ്പിലൂടെ നമ്മളെ മറുകരയത് എത്തിക്കും. ഇവിടെ പ്രഹ്ലാദൻ നമുക്കതാണ് കാണിച്ചു തന്നത്. നമ്മുടെയൊക്കെ ഭയത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ചുറ്റിനുമുള്ള സാഹചര്യങ്ങളെ, ബന്ധങ്ങളെ, ബന്ധുക്കളെ, സമ്പത്തിനെ, സ്ഥാനമാനങ്ങളെ, ധനത്തെ തുടങ്ങിയവയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ്. അതൊക്കെ നമ്മളെ രക്ഷിക്കും, നമ്മുടെ രക്ഷയ്ക്കുണ്ടാവുമെന്നുള്ള അബദ്ധധാരണയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ഈ ഭയമുണ്ടാകുന്നത്. ഒരു കൊച്ചുകുട്ടി ഒരു റോഡ് മുറിച്ച് കടക്കുമ്പോൾ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വലിയ വാഹനങ്ങൾ വരുന്നുണ്ടാവാം, ചെറിയ സൈക്കിളുകൾ വരുന്നുണ്ടാവാം. ഏതൊക്കെ വാഹനങ്ങൾ വന്നോട്ടെ, ആ കുട്ടിയെ അതൊന്നും ഒരല്പം പോലും ഭയപ്പെടുത്താറില്ല. കാരണം തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ കൈകളിൽ താൻ സുരക്ഷിതനാണ്. ഏത് വാഹനം വേണമെങ്കിലും വന്നോട്ടെ, തന്നെ അത് അപകടം കൂടാതെ മറുകരയിൽ എത്തിക്കും. താൻ യാതൊന്നിനെയാണോ പിടിച്ചിരിക്കുന്നത് അതിൽ തനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അവിടെ താനെന്ന ചിന്ത പോലും തനിക്കില്ല. തനിക്കൊരാപത്ത് വരുമോ എന്നുള്ള ഭയം പോലും ആ കുട്ടിക്കില്ല. തുള്ളിച്ചാടി അതങ്ങനെ ആ റോഡ് മുറിച്ച് കിടക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലെ ഭക്തപ്രഹ്ലാദൻ്റെ ജീവിതത്തിൽ ധാരാളം ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ വന്നു. അപ്പോഴൊക്കെ മുറുക്കെ പിടിച്ചിരുന്നത് ആ ഭഗവാന്റെ കൈകളിലാണ്. അവിടുത്തെ നിശ്ചയം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഭഗവാനെ, ഇതുമൊക്കെ അവിടുത്തെ ഒരു ലീലയെന്ന് കരുതിയിരുന്ന പ്രഹ്ലാദനെ ഈ സാഹചര്യങ്ങൾ ഒന്നും തന്നെയും ഭയപ്പെടുത്തിയില്ല, ദുഃഖിപ്പിച്ചില്ല. ഇത് നമുക്ക് കാണിച്ചു തരികയാണ്. അവിടെയാണ് സർവരക്ഷയുമുള്ളത്. ആ കൈകളിലെ പൂർണ്ണ രക്ഷ, പൂർണ്ണ സംരക്ഷണം നമുക്ക് ലഭിക്കുകയുള്ളൂ. ബാക്കിയുള്ളവയൊക്കെ ഇന്ന് നമുക്ക് സുഖത്തെയോ സന്തോഷത്തെയോ സംരക്ഷണത്തെയോ നൽകുന്നതൊക്കെയും നമ്മളെ വിട്ടുപോകും. നമ്മളെ അത് നാളെ ഒരു കാലം ദുഃഖിപ്പിക്കുമെന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതാണ് ഒറ്റ വാചകത്തിൽ പ്രഹ്ലാദൻ പറഞ്ഞു തന്നത്, ഇതമിതമഭദ്രം. എന്നാലോ ഇതൊക്കെ അഭദ്രമാണെങ്കിലും നമ്മളെ രക്ഷിക്കുവാൻ ഉതകുന്നതാണ്. അപാകുർവൻ സർവം തവചരണഭക്തിയൈവ വവൃദ്ധി. അതും പ്രഹ്ലാദൻ തന്നെ പറഞ്ഞിരുന്നു അതേ ശ്ലോകത്തിൽ. അതുകൊണ്ട് ഈ അഭദ്രമായതിനെയൊക്കെ ഉപേക്ഷിക്കൂ എന്നാണ് പറഞ്ഞത്. അപാകുർവൻ, ഇതിനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തവചരണഭക്തിയൈവ വവൃദ്ധി, അങ്ങയുടെ ആ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തിയെ വർദ്ധിപ്പിച്ചാൽ യാതൊരു ഭയവുമില്ലാതെ നമുക്ക് ഈ ജീവിതമാകുന്ന
സാഗരത്തെ തരണം ചെയ്യുവാൻ സാധിക്കും. കാരണം ആ കൈകളിൽ നമ്മൾ ഭദ്രമാണ്. ഏതൊക്കെ ഘോരമായ പർവ്വതങ്ങളിൽ നിന്ന് നമ്മൾ എറിയപ്പെട്ടാലും, ഏതൊക്കെ ഘോരമായ സർപ്പത്തിൻ്റെ വായിൽ അകപ്പെട്ടാലും, നമ്മളിരിക്കുന്നത് ആ കൈകളിലാണെന്നുള്ള ബോധ്യം വന്നാൽ യാതൊരു ഭയവും കൂടാതെ സർവരക്ഷകനായ ആ ഭഗവാന്റെ കൈകളിൽ സുരക്ഷിതമായി നമുക്ക് ഭഗവത്പാദങ്ങളിൽ ചേരാൻ കഴിയും. ഇതാണ് ഈ ഒരു ദശകം വായിക്കുന്നതിൻ്റെ പാരായണ ഫലമായിട്ട്. ഇവിടെ സർവശത്രുനാശം എന്നൊക്കെ പറയുമ്പോൾ ആ ശത്രുക്കൾ എപ്പോൾ നമ്മളെ വിഷമിപ്പിക്കാൻ കഴിയാതെ വരുന്നോ ശത്രുക്കൾക്ക്, അതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. വിഷമിപ്പിക്കാൻ കഴിയുന്ന എപ്പോഴാണ്? അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച്, അവർ നിയന്ത്രിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വികാര വിചാരങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ദുഃഖത്തിലേക്ക് നമ്മളെ സ്വയം എടുത്തെറിയുമ്പോഴാണ് ശത്രുക്കൾക്ക് വിജയമുണ്ടാകുന്നത്. ഇവിടെ ആ ശത്രുക്കളെ നമ്മൾ ഗൗനിക്കുന്നേയില്ല എങ്കിൽ, ശത്രുക്കളൊക്കെ അഭദ്രമാണെന്ന് തിരിച്ചറിയുന്നിടത്ത് എന്നെന്നും ഭദ്രമായിട്ടുള്ള ഒരു കൈകളിലാണ് നമ്മളെന്നറിയുന്നിടത്ത് ശത്രുവിന് നാശം തന്നെയാണ് അവിടെ, അവന് പരാജയം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ വികാരങ്ങളെ, വിചാരങ്ങളെ, നമ്മുടെ സന്തോഷത്തെയൊക്കെ ശത്രുവിൻ്റെ കൈകളിൽ നമ്മൾ കൊണ്ട് ഏൽപ്പിച്ചാൽ, അവർ നിശ്ചയിക്കുന്നതിനനുസരിച്ച് സന്തോഷിക്കുവാനും സങ്കടപ്പെടുവാനും നമ്മളിരുന്നാൽ അത് അവരുടെ വിജയമാണ്, നമ്മുടെ തോൽവിയാണ്. അവരെന്ത് ചെയ്താലും എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഭഗവാന്റെ കൈകളിൽ ഞാൻ സുരക്ഷിതയാണ് എന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ അവിടെ ശത്രുവിന് തോൽവിയാണ്, നാശമാണ്. അതിലേറെ നമ്മുടെ ഭക്തിയുടെ വിജയമാണ്. ഉത്തമ ഭക്തിയുടെ, ഉറച്ച ഭക്തിയുടെ ദൃഷ്ടാന്തമാണത്. നമുക്കാരെയും ഭയമില്ല, നമുക്ക് ഭഗവാനുണ്ട് കൂടെ. ഒരു സാഹചര്യത്തിലും നമ്മളെ കൈവിടാത്ത, ഭക്തപ്രഹ്ലാദനെ പോലെ എന്നെന്നും നമ്മളെ സംരക്ഷിക്കുന്ന ആ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ആ ഭഗവത് ചരണങ്ങളിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കുവാനായാൽ പിന്നെ എന്തിനെയാണ്, ആരെയാണ്, ഏത് സാഹചര്യത്തെയാണ് നമ്മൾ ഭയക്കേണ്ടത്? ഈ ലോക വിഷയങ്ങളിലൊന്നും മനസ്സിനെ കൊടുക്കാതെ സദാ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഉറച്ച ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സജ്ജനങ്ങൾക്കും ഈ ഒരു ഭഗവത് പാതാരവിന്ദങ്ങളിൽ ദൃഢമായ ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ അർച്ചനാപുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ. ഈ ഉള്ളവൾക്കും ഭഗവാനെ അവിടുന്നിലൊരു ഉറച്ച ഭക്തി ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.